എന്തായി മറ്റേ ഫോണിന്റെ എന്ത് ഫോണിന് നമുക്ക് നാളെ കഴിഞ്ഞ വേവിലാജാവുന്നു. ഫോണല്ല ഇപ്പൊ നീ എന്ത് കളിക്കുന്ന എന്റെ ഞാൻ ചോദിച്ചു ഫോൺ ഇപ്പല്ല ഫോണുണ്ടായിനി. ബിഗ് ബോസ് 20 ഫോൺ ഉണ്ടായിരുന്നു. 20 കൊല്ലം ഫോൺ ഉണ്ടായി നമ്മുടെ നാട്ടില്. 20 കൊല്ലം മുമ്പ് ഫോണെന്ന് 20 കൊല്ലം മുമ്പ് ബിഗ് ബോസ് ഇല്ലല്ല. ബിഗ് ബോസ് ഇപ്പല്ല വന്നത്. 5-6 വർഷമായിട്ടല്ലേ ബിഗ് ബോസ് വന്നത്. അതൊന്നും ഇല്ലാതെ മെച്ച് ജീവിക്കൂലേ? ഇല്ലാന്ന് പെണ്ണുങ്ങൾ ചായയും ചോറൊന്നും തരുന്നില്ല. നീ പറഞ്ഞാ മനസ്സിലാവാത്തത്. ചായയും ചോറും തരുന്നില്ല. ബിഗ് ബോസ് കാണുന്നില്ല. ജാസ്മിന്റെ ഗബ്രിന്റെ അടി കാണുന്നെല്ലാം പറഞ്ഞിട്ട്. അതെന്ത് പേടിക്കാനില്ല. ഇപ്പൊ വെച്ചാല് ഇന്നലത്തത് ഇന്ന് വേണം കാണാം. അങ്ങനെ സംവിധാനം ഉണ്ട് ഇപ്പൊ. ഫോൺ വേണ്ട. ഞാനല്ല പറഞ്ഞ ഇവിടെ ടി വി ഇല്ല. അതെ നാളെ രാവിലെ വരെ ക്ഷമിക്കും. രാവിലെ റെഡിയാക്കി തിരിച്ചു വിളിക്കും. റെഡിയായി ഫിറ്റ് ആക്കിയിട്ട് നാട് വിളിക്കും. അന്നാട് ഓടി വന്നിട്ട് എടുത്തിട്ട് 780 തരണം. അത് ഫാസ്റ്റ് ആക്കി ചെയ്ത് തരുന്നല്ലോ. അപ്പൊ എക്സ്ട്രാ ചാർജ് 100 തരണം. എന്താ ഓരോ ദിവസം ഫാസ്റ്റ് ആയിട്ടാ? ഒരു ദിവസം പറഞ്ഞിട്ട് ഇന്ന് 4-മത്തെ ദിവസം അവിടെ ഫോൺ വെച്ചിട്ട് എന്നോട് ഒരു ദിവസം എന്നല്ല പറഞ്ഞത്. അതെ ഒരു ദിവസം വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് ആ ബ്ലാക്ക് പോയിട്ടില്ലെങ്കിൽ സമയം പിടിക്കും. ഞാൻ പറഞ്ഞിട്ടേ 2 ദിവസം ഞാൻ തന്നല്ലേ. 2 ദിവസം കഴിഞ്ഞിട്ട് ആ ബ്ലാക്ക് പോയാ ഒരു തുണി കൊണ്ട് തുടച്ച് മാറ്റാനുള്ള കറിയോലില്ല അതിന്റെ അകത്തുള്ളത്. എന്നാ പിന്നെ തുണി ഷോപ്പിൽ ഉണ്ടായിട്ട് ഞാൻ തരൂല. നിങ്ങൾക്ക് തുടച്ചിട്ട് പോയി കൂടെ എന്നാലേ ആ തുണി പിന്നെ ആ ടൈമിന് എന്താ എനിക്ക് കാണിച്ചത്? നിങ്ങളെ പറഞ്ഞ ഒരു മെഷീനിൽ ഇറക്കാൻ ആ മെഷീന്റെ ഉള്ളിൽ നാളെ ഞാൻ പൈസ ഒന്നും തരണ്ട. നാളെ അതേ കണക്കെ ബ്ലാക്ക് ആക്കി തരാം. നിങ്ങൾ തുണിയോട് തുടച്ചിട്ട് അങ്ങോട്ട് എടുത്തോ. ആഹാ നിങ്ങ എന്റെ ഡിസ്പ്ലേ വേറെ ഫോണിലിട്ടിട്ട് പുതിയ വേറെ തല്ലിപ്പൊളി ഡിസ്പ്ലേ എനിക്ക് തരാൻ വേണ്ടിട്ടുള്ള ഏർപ്പാടല്ലേ? നിങ്ങളെ ഈ ഫോണില്ലേ ഈ ഫോൺ തന്നിട്ടേ ഈ സാധനം നാളെ രാവിലെ നാളെ നേരെ ബസ് സ്റ്റാൻഡിൽ വെച്ചാല് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന ആൾക്കാരില്ലേ അവിടെ വെച്ചാല് രാവിലെ പോയാൽ അതേ സ്ഥലത്തുണ്ടാവും. ആരും എടുക്കൂല. അച്ഛൻ ആർക്കും വേണ്ടത് അങ്ങനത്തെ ഫോണ്. വിവോ Z4 Pro അതന്നെ ആ സെറ്റ് തന്നെ. നമുക്ക് നോക്കി നോക്കാന്നാല് ആർക്കും വേണ്ടത് ഫോണാ. നിങ്ങൾ സർവീസ് ചെയ്തിട്ട് 750 പോണെന്ന് പറയുന്നു. അതെ പിന്നെ നാട്ടിൽ നമുക്ക് ചോറ് കഴിക്കണ്ടേ കഞ്ഞി കുടിക്കണ്ടേ വെച്ചിട്ടല്ലേ ശരിയാക്കുന്നത്. അതുകൊണ്ട് എന്തുകൂടാ കളിക്കാന്ന്. എന്തുകൂടാ ഇപ്പൊ നമ്മ എന്തെങ്കിലും ചെയ്ത് നല്ല കാര്യം ചെയ്യുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടാ. മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട് ഇതല്ലോ. ഏതാള് ആ കാളെന്ന് കാണിച്ചില്ല എനിക്ക്? കൊറേ ആളുണ്ട് പറയുന്നത് മുകളിൽ ഒരാളുണ്ട്. ഞാൻ എത്ര നോക്കിയും കാണുന്നില്ല. അന്ധവിശ്വാസം മതി. അന്ധവിശ്വാസം അന്ധവിശ്വാസം അത് ഈശ്വര വിശ്വാസം തന്നെ. അന്ധവിശ്വാസല്ലേ? ഈശ്വര വിശ്വാസം ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ഉണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ വിശ്വസിക്കല്ലേന്ന്. ആരും കണ്ടില്ല. എല്ലാരും പറഞ്ഞ ആടിയുണ്ട് ഇടിയുണ്ട് അങ്ങനെയുണ്ട് അദൃശ്യനാണ്. സന്ദീപേട്ടാ പിന്നെ ഈ സൂര്യൻ എവിടെ ഉദിക്കുന്നത്? കിഴക്കല്ല ഉദിക്കുന്നത്. അത് തെറ്റി. ശാസ്ത്രം പറഞ്ഞ പുതിയ അപ്ഡേഷൻ കേട്ടിട്ടാ? എന്തെന്ന് പറഞ്ഞ? സൂര്യൻ കിഴക്കല്ല ഉദിക്കുന്നത്. പിന്നെ എവിടെ ഉദിക്കുന്നത്? കിഴക്ക് ഉദിക്കുന്നില്ല പറഞ്ഞത് ശാസ്ത്രം. മരപ്പൊട്ട. ഞാൻ ഇത്ര നേരം സന്ദീപേട്ടാന്ന് വിളിച്ചു. ഇനി അങ്ങോട്ട് മരപ്പൊട്ടാന്ന് വിളിക്കണം. ഈശ്വരനെ പറയുമ്പോ ഞാനൊന്നും പറഞ്ഞു ഈശ്വരനാ മോശം പറഞ്ഞ ഇങ്ങെല്ലാം പറയുന്നത് സൂര്യന് പിന്നെ കിഴക്കല്ല ഉദിക്കുന്നത്. എന്റെ ശാസ്ത്രം പറയുന്നത് കറക്റ്റ് കിഴക്കല്ല. അത് പിന്നെ എവിടെയാന്ന് പറയാ. അതിന്റെ ഉത്തരം പറയാ. പിന്നെ എവിടെയാന്ന് ഉദിക്കുന്നത്? എന്റെ ചെറുപ്പം മുതൽ ഇന്നേ വരെ ഞാൻ അങ്ങനെ കണ്ടത് കിഴക്കാന്ന് ഉദിക്കുന്നത്. കിഴക്ക് ഉദിക്കുന്നത് അവര് ശാസ്ത്രം പറഞ്ഞ വെച്ചാല് കിഴക്കുന്ന് കുറച്ച് മാറിയിട്ടാണ് നമുക്ക് തോന്നിയാണ് കിഴക്ക് ഉദിക്കുന്നില്ലേ. കിഴക്ക് മാത്രം പക്ഷെ കറക്റ്റ് കിഴക്കല്ല. അപ്പൊ ഈ ശാസ്ത്രം പറഞ്ഞാലും തെറ്റുന്നാ? ശാസ്ത്രം പറഞ്ഞാലും പറയുന്നത് കറക്റ്റ് കിഴക്കല്ല. ശാസ്ത്രം പറഞ്ഞതെല്ലാം നിങ്ങളോട് ആരോ പറഞ്ഞു? ശാസ്ത്രം പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അതിന്റെ അപ്ഡേഷൻ കാണിച്ചെന്ന് എനിക്ക്. ലിങ്ക് അയച്ചേരണ ഓരോ ഊടായ്പും കൊണ്ട് കളിക്കുന്ന ഫോണ് എന്താ കൺഫ്യൂഷനായി. ഈ മൊബൈല് സർവീസ് ചെയ്യുന്ന ഓലും ഊടായ്പ തന്നെയാണ്. അവരുടെ കാര്യം നമ്മ എന്തായിട്ട് 2 രൂപ മറ്റേ കവറ് അത് അതിന്